ഇപ്പോൾ വരുന്ന വാർത്ത നമ്മുടെ തന്ത്രിക്ക് സുഖമില്ല. ജയിലിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അനിൽജി എൻ്റെ മുന്നിലിരിക്കുമ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ശബരിമലയിലെ തന്ത്രി കേരളത്തിലെ ഏറ്റവും ആദരണീയമായ ഒരു പദവിയാണ്. ആ തന്ത്രി ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യത്തെ വിശ്വ ഹിന്ദു പരിഷത്ത് എങ്ങനെയാണ് കാണുന്നത്? ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് തന്ത്രി ജയിലിൽ പോയത്. മറ്റൊരു തലമുണ്ട്. ശബരിമലയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു പങ്കാളിത്തം ഉണ്ട് എങ്കിൽ ധാർമ്മികതയനുസരിച്ച് അദ്ദേഹം ആ വിചാരണ നേരിടുകയും വേണം. പക്ഷേ കേരളത്തിലെ അല്ല, ലോകത്തുള്ള എല്ലാ അയ്യപ്പ ഭക്തന്മാരുടെയും ഉള്ളിൽ ആഗ്രഹം അദ്ദേഹം നിരപരാധിയാണ് എന്നുള്ളതായിരിക്കാം. പക്ഷേ കുറ്റം ആര് ചെയ്താലും അത് തന്ത്രിയെന്നോ മന്ത്രിയെന്നോ നമുക്ക് പറയേണ്ടതില്ല. കാരണം നിയമവ്യവസ്ഥ അനുസരിച്ച് അയ്യപ്പൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവർ അത് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ആ മോഷണത്തിൽ പങ്കാളികളാവുകയോ അതിൻ്റെ ഗുണഭോക്താക്കളാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്ത്രിയെന്നോ മന്ത്രിയെന്നോ വ്യത്യാസമില്ലാതെ അവർ നിയമത്തിന് വിധേയമായിട്ട് തന്നെ പോകണമെന്നുള്ളതാണ്. വിഷമകരമായ സാഹചര്യം അത് തന്നെയാണ്. വിഷമകരമുണ്ട്. അദ്ദേഹം ജയിലിൽ പോയതിൽ നമ്മുടെ ഒരു ആചാര്യ പദവിയിൽ നിൽക്കുന്ന ഒരാൾ ജയിലിൽ പോയതിൽ വിഷമമുണ്ട്. പക്ഷെ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തെളിയിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. അദ്ദേഹം അത് തെളിയിക്കട്ടെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ്, ഈ തിരക്ക് പിടിച്ചുള്ള അറസ്റ്റ് ദുരൂഹതകൾ ഉള്ളത് തന്നെയാണ്. ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിലെ പ്രധാനപ്പെട്ട പോസ്റ്റ് വഹിക്കുന്ന ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള ശങ്കർ ദാസിനെ ഇപ്പോഴും പുറത്താണ്. സുപ്രീം കോടതി അദ്ദേഹം പോയിട്ട് റിമാർക്സ് മേടിച്ച ആളാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വം പുറത്തു നിൽക്കുകയും അതിനേക്കാൾ ഇദ്ദേഹത്തിൻ്റെ റോൾ എന്തുമായിക്കൊള്ളട്ടെ, തന്ത്രിയുടെ റോൾ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഇദ്ദേഹത്തിനെ പറ്റി നാളിതുവരെ SIT എനിക്ക് തോന്നുന്നു ഒരു റിപ്പോർട്ടിലെങ്ങാണ്ട് അദ്ദേഹത്തിനെ പറ്റി പരാമർശം. അതെ, അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ തിരക്ക് പിടിച്ച് ഈ ശബരിമലയിലെ മകരവിളക്കിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ കൊണ്ട് അറസ്റ്റ് ചെയ്തതിൽ ഒരു ദുരൂഹതയുണ്ട്. അല്ല, ഇതിനകത്ത് തന്ത്രിയെ സംബന്ധിച്ച് CPM-ന് അനിഷ്ടമുള്ള ഒരാളാണ്. അതെ, കാരണം യുവതീ പ്രവേശന ആ സമയത്ത് അദ്ദേഹം എടുത്ത നിലപാട് വേണ്ടി വന്നാൽ നമ്മൾ എല്ലാവരും പുറത്തിറങ്ങുമെന്ന് പറഞ്ഞു. അവിടുത്തെ ശാന്തിക്കാരുൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധം പോലെ കുത്തിയിരുന്നു, ശുദ്ധിക്രിയ നടത്തി. അങ്ങനെ CPM-നെ പ്രതിസന്ധിയിലാക്കി. ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടാവും. ഇതോടുകൂടി തന്ത്രി അങ്ങ് ഫിനിഷ് ചെയ്തേക്കാം. തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിനിഞ്ഞാന്നാണ് ഇത് എൻഫോഴ്സ്മെന്റ് ഇതിന്റെ ക്രൈം രജിസ്റ്റർ ED ക്രൈം രജിസ്റ്റർ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിന് കൂടെ ആദ്യ കൂടി ഇതിന്റെ ചർച്ച വഴിതെറ്റിക്കണം, അല്ലെ ചർച്ച മന്ത്രിസഭയിലേക്കോ അല്ലെങ്കിൽ CPM-ലേക്കോ പോകാതെ പൊതുസമൂഹം തന്ത്രിയിലേക്ക് ഇതിന്റെ ടാർഗറ്റ് ഉണ്ടാകണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് തിരക്ക് പിടിച്ച് ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ CPM-ഉമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട കാര്യകർത്താക്കളായ 2 പേരെയാണ് കഴിഞ്ഞ ദിവസം ഈ SIT-യിൽ ഉൾപ്പെടുത്തിയത്. അവർ വന്നപ്പോഴാണ് പെട്ടെന്ന് ഈ അറസ്റ്റ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രധാനപ്പെട്ട പ്രതികൾ പുറത്തു നിൽക്കുകയും അത്രയൊന്നും വലിയ ഇൻവോൾവ്മെന്റ് നാളിതുവരെ യാതൊരു തെളിവുമില്ലാത്ത തന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് ഒരു ആശങ്കയുള്ളത്. ശങ്കർദാസിന് എന്താണ്? അദ്ദേഹത്തിന് കൊമ്പുണ്ടോ? അദ്ദേഹത്തിന്റെ മോന് ഇപ്പോൾ ഈ കൊച്ചിയിലെ പ്രധാനപ്പെട്ട പോലീസ് ഓഫീസറാണ്. അവരൊക്കെ കൂടെ ആണല്ലോ ഇത് മനീതി സംഘത്തിനെയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയ കക്ഷികളാണ് ഇവരൊക്കെ. ഇദ്ദേഹത്തിന് തമിഴ്നാട് ബന്ധങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ശങ്കർദാസ് അദ്ദേഹം യഥാർത്ഥത്തിൽ ആദ്യം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് AIDMK-യിലാണ്, CPI അല്ലല്ല. അദ്ദേഹം AIDMK-യുടെ ജയലളിതയുടെ പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ചുമതലക്കാരനായിരുന്നു അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം ആ സമയത്ത് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരു വസ്തു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടൊക്കെ ഈ AIDMK-ക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം RSP-യിലേക്ക് പോയി. RSP-യിൽ പോയിട്ട് ആ സ്വന്തം പേരിൽ മേടിച്ച വസ്തുവിനകത്തൊരു കെട്ടിടം പണിഞ്ഞു. അത് CPI-ക്ക് കൈമാറുന്നതിന്റെ പ്രത്യുപകാരം എന്ന രീതിയിൽ CPI-ക്ക് കൈമാറുന്നതിന്റെ പ്രത്യുപകാരമായിട്ടാണ് അദ്ദേഹത്തിനെ ദേവസ്വം ബോർഡ് മെമ്പർ സ്ഥാനത്തേക്ക് എടുത്തത്. അദ്ദേഹം നിസ്സാര വ്യക്തിയൊന്നുമല്ല. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത്രമാത്രം സുപ്രീം കോടതി പോയി റിമാർക്സ് മേടിച്ചൊരു കക്ഷിയെ അറസ്റ്റ് ചെയ്യാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ ദുരൂഹമായ പല കാര്യങ്ങളുമുണ്ട്. അത് നമ്മുടെ പൊതുസമൂഹം നമുക്കറിയാം. ഇന്ന് SIT-യുടെ അന്വേഷണം എന്ന് വെച്ചിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. SIT കടലിനും ചെകുത്താനും ഇടയ്ക്കാണ്. എന്ന് വെച്ചാൽ ഹൈക്കോടതി ഒരു സൈഡ് നിൽക്കുന്നു, ഇപ്പുറത്ത് പിണറായി നിൽക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടിനെയും കൂടെ ബാലൻസ് ചെയ്തുകൊണ്ടൊരു അന്വേഷണമാണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കുറേ അവർ പറയുന്നതും കേൾക്കണം, ഹൈക്കോടതി പറയുന്നതും കേൾക്കണം. ആ അവസ്ഥയിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ധൃതി പിടിച്ച് ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ അനിൽജി, ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതിലെ തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തു. നമ്മൾ തന്ത്രിയെ അതിനിശിതമായി വിമർശിച്ചു. കാരണം മറ്റു സമുദായത്തിൽപ്പെട്ട ആചാര്യന്മാരെല്ലാം ആ സമുദായത്തിന് അവരുടെ സ്ഥാപനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ
അഭിവൃദ്ധി ഉണ്ടാകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ആചാര്യതുല്യരായി നമ്മൾ കാണുന്ന ആളുകൾ ഈ സ്ഥാപനങ്ങളെ ആകെ നശിപ്പിക്കാനും അതോടൊപ്പം ഹിന്ദുക്കൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ശിരസ് ഉയർത്തി നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പറഞ്ഞു. പഴയൊരു തന്ത്രി മോഹനര് ഒരു പെണ്ണ് കേസിൽപ്പെട്ടു. അദ്ദേഹത്തിനെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് പറയുന്നു. പിന്നീട് അവസാനം പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയതല്ല, പുള്ളി അവിടെ ചെന്നതാണെന്ന് മാറ്റി പറയേണ്ടി വന്നു. ഏതായാലും കേസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇരയാക്കപ്പെട്ടതാണെന്നുള്ള വിധിയോടെ കോടതി വിധി വന്നു. അതവിടെ കഴിഞ്ഞു. പക്ഷെ അന്നും നമ്മൾ വല്ലാതെ ശബരിമലയിലെ തന്ത്രിയെക്കുറിച്ച് ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് ഹിന്ദുക്കൾക്ക് ശിരസ് ഊനിക്കേണ്ടി വന്നു. ഇപ്പോഴും ഈ നമ്മൾ ചെയ്ത വീഡിയോയുടെ താഴെ വരുന്ന ഹിന്ദു കമൻറ്റുകൾ മുഴുവൻ തന്ത്രിക്കെതിരാണ്. എന്തുകൊണ്ടാണ് തന്ത്രിക്കെതിരെ ഇങ്ങനെ ആക്ഷേപങ്ങൾ ജനങ്ങൾക്കൊരു രോക്ഷമുണ്ടാകാൻ കാരണം എന്താണ്? ശബരിമല തന്ത്രി എന്ന് പറയുമ്പോൾ, ഒരു തന്ത്രി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. ഒരു ക്ഷേത്രത്തിലെ ആ വിഗ്രഹത്തിൻ്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പൊതുസമൂഹത്തിൽ വരുമ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. ഒരിക്കലും ഈ തന്ത്രി കുടുംബത്തിലെ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന്, അവരുടെ ഭാഗത്തു നിന്നുള്ള ചില വീഴ്ചകളുണ്ട് ഇതിനകത്ത്, ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആളുകൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വീഴ്ചകളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ദൈവതുല്യരായി കരുതുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള വീഴ്ചകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതികരണം ഹൈന്ദവ സമൂഹത്തിലെ പല കോണുകളിലും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ വന്നോടുകൂടി ആർക്കും എന്ത് വേണമെങ്കിലും കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യാമല്ലോ. അല്ല, ഒന്നും മറച്ചു വെക്കാനും പറ്റില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവർ സൃഷ്ടിക്കരുതായിരുന്നു. ഇവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ഉണ്ട് എങ്കിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിമർശനം അവർക്കുണ്ടാകുന്നത്. വിഷമം കൊണ്ടുണ്ടാകുന്ന വിമർശനം. അതെ അതെ. അല്ല, ഈ നമ്മുടെ ഇപ്പോഴത്തെ തന്ത്രിയെ കുറിച്ചാണെങ്കിൽ ഇപ്പൊ കൊടിമരം മാറ്റിയപ്പോൾ ബാജി വാഹനം വീട്ടിൽ രാജീവ് വരെ കൊണ്ടുപോയി. വലിയ ആക്ഷേപമായിരുന്നു. അതെ അതെ അതെ. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് അദ്ദേഹമാണെന്നൊക്കെ അതുകൊണ്ടാണ് ഈ പ്രശ്നം കൂടുതൽ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്നത്. അതൊരിക്കലും സംഭവിക്കരുതാത്തതാണ്. കാരണം ദൈവതുല്യരായി കാണുന്ന വ്യക്തികളുടെ ഭാഗത്തുനിന്നുണ്ടായി വീഴ്ച കൊണ്ടാണ് ശബരിമലയിൽ ഈ മോഷണം ഉണ്ടായത് എന്ന് ഒരു പൊതുസമൂഹത്തിലെ ഒരു ഹിന്ദു ധരിച്ചാൽ അവരെ തെറ്റു പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇത്രമാത്രം വിമർശനം ഉണ്ടാകുന്നത്. പക്ഷേ ഇതിൻ്റെ പിറകിലുള്ള രാഷ്ട്രീയം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവരുടെ ഭാഗത്തുനിന്ന് ഈ ആചാര ലംഘനം ഉണ്ടായി എന്നാണ് SIT പറഞ്ഞിരിക്കുന്നത്. ആചാര ലംഘനത്തിന് IPC വകുപ്പില്ല, ഭാരതീയ ന്യായ സംഹിത വകുപ്പില്ല, ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആചാര ലംഘനം ആദ്യം ഉണ്ടാക്കിയത് ആരാണ്? പിണറായിയാണ്, അല്ലെ പിണറായിയുടെ പോലീസാണ്, അല്ലെ ഹരിശങ്കറാണ്, അല്ലെങ്കിൽ ശങ്കർദാസാണ്. ഇവർക്കെതിരെ കേസെടുത്തിട്ടില്ല. ഈ ആചാര ലംഘനം എങ്ങനെ നിൽക്കും? അല്ല, ആചാര ലംഘനത്തിന് കേസെടുത്ത് ജയിലിലടയ്ക്കാൻ പറ്റുമോ? അതാ ചോദിച്ചത്. ആചാര ലംഘനത്തിന് കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ എന്നാണ് പത്രമാധ്യമങ്ങളൊക്കെ. നമുക്കൊരു ചില പരിമിതികളുണ്ട്. SIT ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് ഇവർ കൊടുക്കുന്ന റിമാൻഡ് റിപ്പോർട്ടും അത് മാത്രമാണ് നമ്മുടെ ഈ വരുന്നത്. റിമാൻഡ് റിപ്പോർട്ട് സ്ഥിരമായി അടിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൂടെ ചേർക്കുന്നു. ഈ രഹസ്യ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ഹൈക്കോടതിയിൽ നടക്കുമ്പോൾ അവിടെ എന്താണ് ഈ ശശിധരൻ്റെ കൂട്ടുള്ള ആൾക്കാർ ചെന്ന് പറയുന്നത് നമുക്കറിയത്തില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കുറച്ച് കാര്യങ്ങൾ എല്ലാ ദിവസവും ഈ ഇവരുടെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഒരു സാധനം തയ്യാറാക്കി വിടും. അത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് ഇരുട്ടിൽ തപ്പുകയാണ് സാധാരണ സമൂഹത്തിലുള്ള. വിശ്വ ഹിന്ദു പരിഷത്ത് അപ്പോൾ തന്ത്രിയെ പൂർണ്ണമായും തള്ളുന്നില്ല എന്ന് പറയാമോ? പൂർണ്ണമായും തള്ളുക എന്നുള്ളതല്ല. നമ്മുടെ നിലപാട് വളരെ വ്യക്തമാണ്. നിയമ നടപടികളിൽ കൂടി പോകണം. ആര് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും എക്സംഷൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ശബരിമലയിലെ ഏതെങ്കിലും 1 രൂപയെങ്കിലും നഷ്ടം വരുത്തുന്നതിന് ഇവർ ഏതെങ്കിലും തരത്തിൽ പങ്കാളികളായിട്ടുണ്ട് എങ്കിൽ ഇവരെ തീർത്തും നമ്മൾ തള്ളിപ്പറയും. അല്ല, ഇവരെ രാഷ്ട്രീയപരമായി ഇവരെ ബലിയാടാക്കി ഈ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനും രാഷ്ട്രീയ മുതലെടുപ്പിനും വേണ്ടിയാണ്, പക വീട്ടാനും ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തന്ത്രിയോടൊപ്പം തന്നെ ആയിരിക്കും. അതാണ് വ്യക്തമാണ് നയം. അല്ലാതെ ഒരു വഴുകപ്പരുവത്തിലുള്ള നിലപാടൊന്നുമില്ല. നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്താണ് ആദ്യം ഒരു ഹൈക്കോടതിയിൽ കോപ്പി ഫയൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് പറഞ്ഞ കാര്യം? ഇതിന് അന്താരാഷ്ട്ര ബന്ധമുണ്ട്, ഒരു അന്തർദേശീയ ബന്ധമുണ്ട്. ഈ തന്ത്രിയെ കൊണ്ടൊന്നും ഈ കാര്യങ്ങളിലൊന്നും ഉൾപ്പെടാൻ സാധിക്കില്ല. ഇതിന് അന്തർദേശീയ ബന്ധങ്ങളുണ്ട്. നമ്മൾ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ആ വ്യക്തിയെപ്പറ്റി പരിശോധിക്കുമ്പോൾ തീർത്തും കളങ്കിതനായ വ്യക്തിത്വമാണ് അദ്ദേഹം. അതായത് CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് മണിച്ചന്റെ ഡയറിയിൽ പേര് വന്നത്. മന്ത്രിയായിട്ടിരുന്നപ്പോഴാണ് ഒരു സ്ത്രീയുമായിട്ടുള്ള അശ്ലീല സംഭാഷണം പുറത്തു വന്നത്. അന്നേരം ഒരു നല്ല ക്യാരക്ടർ അല്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഇതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വിദേശ യാത്രകൾ നമ്മൾ 2019 ജനുവരി തൊട്ടൊന്ന് പരിശോധിക്കും. പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തിയിട്ടുള്ളത് ദുബായിൽ പോയി, 5 തവണ ദുബായിൽ പോയി, ഈജിപ്തിൽ പോയി, ഇറ്റലി ഒരു ദേവസ്വം മന്ത്രി എതിരായി പോകുന്നത്. അല്ല, ഇറ്റലിയിലാണ് സോണിയാഗാന്ധിയുടെ സഹോദരി ഈജിപ്തിൽ പോയിട്ടുണ്ട്. കള്ളക്കടത്ത് സോണിയാഗാന്ധിയുടെ കുടുംബത്തിന് ഇതുണ്ടല്ലോ, കച്ചവടം ഉണ്ടല്ലോ. നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടുത്തെ നയതന്ത്ര കടത്തിനകത്തെ ഒരു ഇൻവോൾവ് ചെയ്തൊരു വ്യക്തി ഉണ്ടായിരുന്നു കോൺസുലേറ്റിൽ, UAEയുടെ തിരുവനന്തപുരത്ത്. അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ പൗരനാണ്. ഈ അന്വേഷണം വന്നപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടു, അവിടെ ഈജിപ്തിലേക്ക് പോയി.
അദ്ദേഹത്തിനെ കാണാനോ അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെടാനോ ആണ് കടകംപള്ളി സുരേന്ദ്രൻ പോയതെന്ന് ഒരാൾ സംശയിച്ചാൽ തെറ്റു പറയാൻ സാധിക്കത്തില്ല. നമ്മുടെ ദേവസ്വം മന്ത്രിക്ക് ഈജിപ്തിൽ ദേവസ്വം മന്ത്രിയായിട്ട് എന്താ ബന്ധം? അല്ല, ഇദ്ദേഹം പോയിട്ടുണ്ട്. നമ്മുടെ അകത്ത് കിടക്കുന്ന പത്മകുമാർ പോയിട്ടുണ്ട്. പത്മകുമാറും ഈജിപ്റ്റ് സന്ദർശിച്ചിട്ടുണ്ട്. ഈ ഈജിപ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ഈ ആൻറ്റിക്കിൻ്റെ വിൽപ്പനയുടെ ഒരു കേന്ദ്രമാണ്. ഈ മമ്മിയൊക്കെ ഉൾപ്പെടെയുള്ള സ്ഥലമുണ്ടല്ലോ. അതുകൊണ്ട് ഇതൊക്കെ ഒരു അന്താരാഷ്ട്ര ബന്ധമുള്ളത് കൊണ്ട് CBI ഇതിൻ്റെ അന്വേഷണം നടത്തണം. തന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ അദ്ദേഹം നിയമപരമായിട്ട് ആ നടപടികളിൽ കൂടി കടന്നു പോവുക തന്നെ വേണം. ഏതായാലും തന്ത്രിയിൽ ഒതുക്കി, തന്ത്രി ആചാരലംഘനം നടത്തിയത് തന്ത്രി ജയിലിലിട്ടുന്നത്. എന്നാൽ ഈ ഫയലുകളെല്ലാം കണ്ട് അനുമതി കൊടുത്ത മന്ത്രി സുഖമായി പുറത്തു. അതെ. തന്ത്രിയിൽ മാത്രം അന്വേഷണം നിർത്തി ഇപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയുള്ള പോറ്റിയെ കയറ്റിയെ എന്നുള്ള ആ ഗാനത്തിൻ്റെ ആ പാരഡി ഗാനത്തിനെ മറച്ചു വെക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു തിരക്കഥയാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. തന്ത്രിയിൽ ഇത് അന്വേഷണം അവസാനിപ്പിക്കുന്നു. മന്ത്രിയിലേക്ക് പോകരുത്, AKG സെൻട്രലിലേക്ക് പോകരുത്, ഇന്ത്യ മുന്നണിയിലേക്ക് പോകരുത്, ഈജിപ്തിലേക്കും ഇറ്റലിയിലേക്കും പോകരുത് എന്നുള്ള ചില ലക്ഷ്യങ്ങൾ ആർക്കൊക്കെയോ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ പിണറായി വിജയന് തന്ത്രിയോടുള്ള എതിർപ്പുണ്ട്. ആ എതിർപ്പ് വളരെ പ്രകടമാണ്. അതിൻ്റെ ഭാഗം കൂടി ആവാം, ഇല്ലെന്ന് നമുക്ക് പറയാം. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ കോടതിയിൽ കൊടുക്കുന്ന ചാർജ് ഷീറ്റൊക്കെ വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഏതായാലും അതുവരെ കാത്തിരിക്കാം. ഏതായാലും തന്ത്രിയെ മാത്രം ഒറ്റപ്പെടുത്തി ആക്രമിച്ച് ശബരിമല കൊള്ള ഒതുക്കാനാണ് പിണറായി എങ്കിൽ അതിശക്തമായ തീർച്ചയായിട്ടും ജനകീയ പ്രക്ഷോഭം ഉണ്ടാവും. ഇപ്പം തന്നെ ഞങ്ങൾ തന്നെ ഈ തിങ്കളാഴ്ച വരുന്ന 19-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വലിയൊരു ധർണ, വിശ്വ ഹിന്ദു പക്ഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രസിഡന്റ് അഡ്വക്കേറ്റ് അലോക് കുമാർജിയാണ് പരിപാടി. ഇപ്പോൾ ഒരു പാൻ ഇന്ത്യ ഒരു വ്യൂ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയുള്ള സമരമാർഗങ്ങളിലേക്ക് പോവുകയാണ്.